സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബെഞ്ചമിനും കൂട്ടാളികളും കൂടി ശ്യാമേനെ അമൃതേനെയും മറ്റൊരു കാറിൽ ആ ഒരു താവളത്തിൽ നിന്നും കടത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ നീക്കങ്ങളെല്ലാം ഉടനെ തന്നെ അക്ഷര ദുർഗയുടെ ഫോണിലേക്ക് വിളിച്ചറിയിക്കുകയാണ്. അതെല്ലാം കേൾക്കുന്നത് ദുർഗ ഷോക്കാകണേ. സത്യമാണ് നിങ്ങൾ പറഞ്ഞത്. അതെ, അവരിപ്പോൾ ആ അമൃത മേഡത്തിനെയും കൂടെയുള്ള മുഖം മറിച്ച സ്ത്രീയുണ്ടല്ലോ ഇവിടെ നിന്ന് മാറ്റാൻ നോക്കുക. എൻ്റെ സംശയം ശരിയാണെങ്കിൽ ആ മുഖം മറിച്ചിരിക്കുന്നത് ശ്യാമ മേഡം തന്നെയാണ്. ആ ബെഞ്ചമിൻ എന്തോ സംശയങ്ങൾ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആ സ്ഥലം മാറാൻ പോകുന്നത്. അതെ, നിങ്ങളൊരു കാരണവശാലും അവരെ വിട്ടുകളയരുത്. അവരെങ്ങോട്ടാണ് പോകുന്നത് അങ്ങോട്ടേക്ക് ഫോളോ ചെയ്യണം. നമ്മുടെ മിഷൻ സക്സസ്സിലെത്താൻ പോകുവാണ്. ഒരു പിഴ പോലും പറ്റരുത്. സൂക്ഷിച്ചു വേണം നീങ്ങാനായിട്ട്. ശരി ചെടി, ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുവാണ്. എന്നിട്ട് ബെഞ്ചമിൻ ശ്യാമയും കൂട്ടി അവിടെ നിന്നും പുറപ്പെട്ട ആ ജീപ്പുണ്ടല്ലോ അതിൻ്റെ പുറകെ തന്നെ ഇവരും പിന്നാലെ ഫോളോ ചെയ്ത് പോകുവാണ്. ഈ സമയം ദുർഗ നേരെ കിരണിൻ്റെ അരികിലേക്ക് ചെല്ലുക. കാര്യങ്ങളെല്ലാം പറയുവാണ്. സത്യമാണോ ദുർഗ ഈ പറയുന്നത്? ശ്യാമ മേഡം ജീവനോടെ ഉണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം? അത് നമ്മളവരിൽ നിന്നും കുറേ അകലെയായി പോയല്ലോ. സാരമില്ല, എന്താണെങ്കിലും അവർ ബെഞ്ചമിൻ്റെ തൊട്ട് പിന്നാലെ തന്നെയുണ്ട്. നമുക്ക് ഇന്ന് തന്നെ ആ ബെഞ്ചമിനെ കീഴ്പ്പെടുത്തി ശ്യാമ മേഡത്തെയും അമൃതയും രക്ഷിക്കാൻ പറ്റും. നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പുറപ്പെടണം. സമയം ഒട്ടും ഇനി പാഴാക്കാനില്ല. രാധികയുടെ പ്രാർത്ഥന സത്യമാണ്. അതുകൊണ്ടല്ലേ അവളുടെ അമ്മ ജീവനോടെ വന്നത്. അവൾക്ക് ഇന്ന് തന്നെ അവളുടെ അമ്മയെ അവളുടെ കൺമുമ്പിൽ എനിക്ക് എത്തിച്ചു കൊടുക്കണം. കിരൺ, വേഗം വാ, നമുക്ക് ഉടനെ ഇവിടെ നിന്ന് പുറപ്പെടണം. അങ്ങനെ ദുർഗ നേരെ രാധികയുടെ അരികിലേക്ക് ചെല്ലുക. ഈ സമയം രാധികയാണെങ്കിൽ ആകെ തളർന്ന് വിഷമിച്ച് ആ മരത്തിൻ്റെ തണലിരിക്കുന്നുണ്ടാവും. അന്നേരം ദുർഗ അങ്ങോട്ടേക്ക് ചെല്ലണേ. രാധികെ, നീ ഇവിടെ വന്നിരിക്കുവാണോ? നിന്നെ ഞാൻ ഇവിടേക്ക് നോക്കിയെന്നറിയോ? നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ. ശ്യാമ മേഡമാണ് മരിച്ചതെന്ന് തെളിയിക്കാൻ എന്ത് തെളിവാ പോലീസിന് കിട്ടിയിട്ടുള്ളത്? കത്തിക്കറിഞ്ഞ നിലയിലൊരു ബോഡി കിട്ടി. അതിൻ്റെ അടുത്ത് നിന്ന് ശ്യാമ മേഡത്തിൻ്റെ എന്തോ ചില ഉപയോഗിച്ച സാധനങ്ങളും കിട്ടി എന്ന് കരുതി ആ ബോഡി ശ്യാമ മേഡത്തിൻ്റെതാണെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ഉറപ്പ് പോലീസുകാർ പറഞ്ഞിട്ടുണ്ടോ? എല്ലാം ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ. ശ്യാമ മേഡത്തെ പോലെ അത്ര വലിയൊരു ഗായികയെ അങ്ങനെ പെട്ടെന്ന് ദൈവങ്ങൾ തങ്ങളുടെ അരികിലേക്ക് തിരികെ വിളിക്കുമോ? നിങ്ങളുടെ രണ്ടുപേരുടെ സ്നേഹം പെട്ടെന്ന് ഇല്ലാണ്ടാക്കി കളയാൻ ദൈവത്തിന് തോന്നുമോ? ഒന്നുമില്ലെങ്കിലും നീ ശ്യാമ മേഡമൊക്കെ അത്രയധികം ആരാധിക്കുന്ന നിങ്ങളുടെ ഭഗവാനെ അങ്ങനെ ആ മേഡത്തെ വിട്ടുകളയാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നത് അധികം വൈകാതെ തന്നെ ശ്യാമ മേഡം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ജീവനോട് തന്നെ തിരിച്ചു വരുമെന്നാണ്. നിൻ്റെ അരികിലേക്ക് എത്തും നിൻ്റെ അമ്മ. ആ ഒരു വിശ്വാസം എൻ്റെ മനസ്സിൽ തോന്നുന്നു. നീ ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. അമ്മ തിരിച്ചു വരുന്ന പ്രതീക്ഷ നിൻ്റെ മനസ്സിലുണ്ടാവണം. അതൊക്കെ കേട്ടിട്ട് രാധിക പെട്ടെന്ന് തന്നെ ഒന്നും മിണ്ടാതെ അകത്തേക്ക് ഓടിപ്പോകുക. അതാണ്ട് ദുർഗ ടെൻഷനാവുക. രാധിക, എന്താ പറ്റിയത് എന്ന് പറഞ്ഞ് ദുർഗയും പിന്നാലെ ഓടിപ്പോകുവാണ്. ഈ സമയം രാധികയാണെങ്കിൽ നേരെ ചെല്ലുന്നത് പൂജാമുറിയിലേക്കാ. എന്നിട്ട് ഭഗവാന് മുമ്പിൽ മുട്ടുകുത്തിന്ന് പറയണേ. ഭഗവാനെ, ദുർഗ ഇപ്പോൾ പറഞ്ഞത് എന്താ? അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ അമ്മക്ക് ഒരു കുഴപ്പം പറ്റിയിട്ടില്ലേ? അമ്മ ജീവനോട് വരുമോ? ദുർഗയുടെ നാവിൽ നിന്ന് ഇങ്ങനൊരു കാര്യം ഭഗവാനായിട്ട് പറയിപ്പിച്ചതാണോ? എൻ്റെ അമ്മ ജീവനോടെ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമോ എന്നൊക്കെ ഭഗവാനോട് കരഞ്ഞു ചോദിക്കുവാണ്ടോ രാധിക. ഈ സമയം പിന്നാലെ ഓടി വന്ന ദുർഗയും ഈ കാഴ്ചയൊക്കെ കാണുവാണ്. രാധികയുടെ സങ്കടം കാണുന്നതും ദുർഗക്കും കൂടുതൽ സങ്കടമാകണേ. എന്നിട്ട് ഭഗവാനോട് പറയണേ. ഭഗവാനെ, കണ്ടില്ലേ രാധികയുടെ അമ്മയോടുള്ള സ്നേഹം, അമ്മയെ കാണാനുള്ള ആഗ്രഹം, ഇവളുടെ ഈ കണ്ണീര്. നീ കണ്ടില്ല എന്ന് നടിക്കല്ലേ. ശ്യാമ മേഡത്തെ ഞങ്ങൾക്ക് കണ്ടെത്തി രാധികയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താൻ അനുഗ്രഹം നൽകണേ എന്നും പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിക്കുവാണ്ട് ദുർഗ. പിന്നീട് കാണിക്കുന്നത് കാറിന് പോയിക്കൊണ്ടിരിക്കുന്ന ബെഞ്ചമിൻ്റെ ജീപ്പിൻ്റെ മുമ്പിലേക്ക് ജെഡിയുടെ കൂട്ടരുടെ കാർ വന്ന് നിൽക്കുവാണ്. കാറിൽ നിന്നും അവർ 4 പേരും പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ. ഈ സമയം ബെഞ്ചമിൻ്റെ ഗുണ്ടകളാണ് ആദ്യം ജീപ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത്. എന്നാൽ ജെഡിയുടെ ആൾക്കാർ ആ ഗുണ്ടകളെല്ലാവരും അടിച്ചൊതുക്കുവാണ്. അങ്ങനെ അവസാനം ബെഞ്ചമിൻ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഈ സമയം ശ്യാമയും അമൃതയും തങ്ങളെ രക്ഷിക്കാൻ വന്നവരെ കണ്ട് സന്തോഷത്തോടെ ഇരിക്കുവാണ് കേട്ടോ. അങ്ങനെ ബെഞ്ചമിനും ജെഡിയുടെ കൂട്ടരുമായിട്ട് ഫൈറ്റ് നടക്കുവാണ്. ഈ സമയം ബെഞ്ചമിൻ അക്ഷര എന്ന് പറയുന്ന പെണ്ണിൻ്റെ കഴുത്തിൽ കത്തി വെച്ച് അവരെ ഭയപ്പെടുത്തി നിർത്തുവാണ് കേട്ടോ. അതിനുശേഷം ആ പെണ്ണിനെ താഴെയിട്ടിട്ട് അമൃതയുടെ കഴുത്തിലേക്ക് കത്തി വെക്കുക. ആരെങ്കിലും അടുത്തേക്ക് വന്നാൽ ഇവളെ ഇപ്പം തന്നെ അറിഞ്ഞ് ഞാൻ താഴെ ഇടും എന്ന് പറഞ്ഞ് അവരെ വിരട്ടി നിർത്തുവാണ്. എന്നിട്ട് കൂട്ടാളികളോട് എല്ലാവരോടും വണ്ടിയിലേക്ക് കയറാൻ പറയുക. അങ്ങനെ അവരവിടെ ഭയപ്പെടുത്തി നിർത്തിക്കൊണ്ട് ബെഞ്ചമിൻ ശ്യാമേനെ അമൃതയും കൂട്ടി അവിടെ നിന്നും കടന്നു കളയുവാണ് കേട്ടോ. എന്നാൽ അവർ വിടാൻ കൂട്ടാക്കുന്നില്ല. അവരപ്പം തന്നെ വണ്ടിയെടുത്ത് വീണ്ടും ബെഞ്ചമിൻ്റെ പിന്നാലെ വെച്ച് പിടിക്കുന്നുണ്ട്. ഈ സമയം ഈ കാര്യങ്ങളെല്ലാം അവർ ദുർഗേനെ ഫോണിൽ വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ദേവൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതാണ്. അന്നേരം യശോദയോട് രാധിക എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയം യശോദ പറയണേ. രാധിക അവളുടെ റൂമിൽ തന്നെയുണ്ട്. ഞാൻ അവളുടെ അരികിലേക്ക് ചെല്ലാൻ പോകുമായിരുന്നു. എന്നാ വാ. അങ്ങനെ ദേവനും യശോദയും കൂടി റൂമിൽ ചെല്ലുമ്പോൾ രാധിക ചിരിച്ച് സന്തോഷത്തോടെ കട്ടിലിൽ കിടക്കുവാണ് കേട്ടോ. ഫോണിൽ അമ്മയുടെ ഫോട്ടോയും നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ അച്ഛനെയും അമ്മയും കാണുന്നതും രാധിക ചാടി എണീക്കുക. അച്ഛാ, അമ്മേ, എൻ്റെ അമ്മ മരിച്ചിട്ടില്ല. അമ്മ ജീവനോട് കൂടിയുണ്ട്. അല്ലെങ്കിൽ തന്നെ മരിച്ചത് അമ്മ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ലല്ലോ. പോലീസുകാർക്ക് ഉറപ്പില്ല. ഇക്കാര്യം ദുർഗ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ശരിയാ,
അതെൻ്റെ അമ്മ അവനൊരു സാധ്യതയില്ല. എൻ്റെ അമ്മ എവിടെ ജീവനോടെ ഉണ്ട്. അധികം വൈകാതെ തന്നെ അമ്മ നമ്മുടെ മുമ്പിൽ വരും. അച്ഛൻ നോക്കിക്കോ, എൻ്റെ അമ്മ ഉടനെ വരും. മോളെ, അമ്മ മരിച്ചിട്ടില്ല എന്നുള്ള വിശ്വാസമൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ എത്ര കാലം നീ ആ പ്രതീക്ഷയിൽ ജീവിക്കും? യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ നോക്കണ്ടേ? അച്ഛനും അമ്മ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്കുറപ്പാ എൻ്റെ അമ്മ മരിച്ചിട്ടില്ല. നോക്കിക്കോ, ഉടനെ തന്നെ അമ്മ വരും. ഞാനേ ഒന്ന് കിടക്കട്ടെ അച്ഛാ എന്നും പറഞ്ഞ് രാധിക വീണ്ടും ഫോണിൽ നോക്കി അമ്മയുടെ കാര്യങ്ങൾ ആലോചിച്ച് സന്തോഷത്തോടെ കിടക്കുവാണ് കേട്ടോ. ഈ സമയം രാധികയുടെ ഈ പെരുമാറ്റമൊക്കെ കണ്ട് ദേവനും യശോദക്കും വല്ലാതെ ഭയം തോന്നുക. അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയുക, എന്നാലും മോളുടെ ഈ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ പേടിയാവുന്ന ദേവേട്ട. ദുർഗയോട് മോൾക്കൊന്ന് ആത്മധൈര്യം കൊടുക്കാനും അവളെ ഒന്ന് ആശ്വസിപ്പിക്കാനും പറഞ്ഞതാ. എന്നാൽ ദുർഗ ഇങ്ങനൊരു കാര്യം ചെയ്തു വെക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്നിട്ട് ദുർഗ എവിടെ? അറിയില്ല, പുറത്തേക്ക് പോകുവാണെന്ന് പറഞ്ഞു പോയതാ. എന്നാണെങ്കിലും ദുർഗ വരട്ടെ, ഞാൻ ആ കുട്ടിയോട് സംസാരിക്കാം. ഒന്നുമില്ലെങ്കിലും നമ്മുടെ മോളുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള പ്രതീക്ഷകൾ വളർത്തുന്നത് ഒരു തരത്തിൽ അവളോട് ചെയ്യുന്ന ദ്രോഹം തന്നെയല്ലേ. ഞാനെന്താണെങ്കിലും ദുർഗ വരുമ്പോൾ സംസാരിക്കാം. അങ്ങനെ പറഞ്ഞ് നിൽക്കുവാണ്ടോ അവർ. പിന്നീട് കാണിക്കുന്നത് വരുണിനോട് സൂര്യയോടും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കിരണിനെയാണ്. അല്ല, നിങ്ങളുടെ ഇനിയുള്ള പരിപാടികൾ എന്തൊക്കെയാ? എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? അറിയില്ല കിരൺ, സത്യം പറഞ്ഞാൽ ആകെ ഒരു മരവിച്ച അവസ്ഥയിലാണ്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയില്ല. അതിൻ്റെ കൂടെ ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാണെങ്കിലും തൽക്കാലം ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം നേരട്ടെ, അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാം. അന്നേരം കിരൺ പറയണേ, എന്താണെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ നടന്ന കാര്യങ്ങളെയൊക്കെ കുറിച്ച് ഞാൻ അറിഞ്ഞത് വെച്ച് പറയുവാണ്. ഒരിക്കലും തോറ്റു കൊടുക്കാൻ പാടില്ല. നമ്മൾ ഫൈറ്റ് ചെയ്തേ പറ്റുള്ളൂ. എന്ത് സഹായത്തിന് വേണമെങ്കിലും എന്നെ വിളിക്കാം. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴായിരിക്കോട്ടോ കിരണിൻ്റെ ഫോണിലേക്ക് ദുർഗ വിളിക്കുന്നത്. അന്നേരം കിരൺ അവിടെ നിന്നും കുറച്ച് മാറി ഫോൺ എടുക്കുക. അതെ കിരൺ, എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് എത്തണം. അവരുടെ കയ്യിൽ നിന്നും ബെഞ്ചമിൻ രക്ഷപ്പെട്ടു പോയിരിക്കുവാണ്. കുട്ടിയേട്ടനും ടീമുമൊക്കെ അവരുടെ പിന്നാലെ തന്നെ പോയിട്ടുണ്ട്. പക്ഷേ അവർ കൈവിട്ട് കഴിഞ്ഞാൽ അപകടമാണ്. കിരൺ എത്രയും പെട്ടെന്ന് ഇവിടെ വന്നം. ബെഞ്ചമിൻ ഉണ്ടായോ? ആ അതെ. അന്നേരം കിരൺ ചോദിക്കണേ, അല്ല അപ്പോൾ ഷമാമയുടെ അമൃതയൊക്കെ കൂടെ ഉണ്ടായില്ലേ? ഉണ്ടായിരുന്നു. കിരൺ എത്രയും പെട്ടെന്ന് വാ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ഉടനെ തന്നെ അവരുടെ ഒപ്പം എത്തണം. ഞാൻ എന്താ വരുന്നു ദുർഗ. അങ്ങനെ കിരൺ അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ബെഞ്ചമിൻ്റെ പേര് പറയുന്നതൊക്കെ വരുണും സൂര്യൻ കേൾക്കുന്നുണ്ട്. ഈ സമയം കിരൺ അവരുടെ അരികിലേക്ക് എത്തുവാം. അന്നേരം വരുൺ ചോദിക്കണേ, അല്ല ഇപ്പോൾ ആരുടെ ഫോണിൽ സംസാരിച്ചത്? ബെഞ്ചമിനെന്നും ഷമാമയുടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. ഓ അതായിരുന്നോ? ഇതെ, എൻ്റെ ഒരു മാധ്യമപ്രവർത്തകൻ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവർ ഈ കേസിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ എന്നോട് ചോദിച്ചു. അവർക്കിതുപോലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വലിയ താല്പര്യം ഉണ്ടാകുമല്ലോ. എന്നാൽ പിന്നെ ഞാൻ ചെല്ലട്ടെ, അവനവിടെ എന്നെ വെയിറ്റ് ചെയ്യുവാണ്. നമുക്കെന്നാൽ പിന്നീടൊക്കെ കാണാം എന്ന് പറഞ്ഞ കിരൺ വേഗം തന്നെ കാർ എടുത്ത് അവിടെ നിന്നും പോകുക. അന്നേരം കിരണിൻ്റെ കാര്യത്തിൽ അവർക്ക് എന്തോ സംശയം തോന്നുക. എടാ വരണേ, കിരണിൻ്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു സംശയമില്ലേ? ഉണ്ടേട്ടാ, എനിക്ക് തോന്നി ബെഞ്ചമിനെന്നും ഷാമയുടെ എന്നൊക്കെ പറയുന്നത് ഞാനും വ്യക്തമായിട്ട് കേട്ടതാ. ഇനി കിരൺ കൂടെ നിന്ന് ചതിക്കുമായിരുന്നോ? അവന് ഷാമമരത്തിൻ്റെ കാര്യത്തിൽ എന്തോ ഒരു പങ്കുള്ളതായിട്ട് തോന്നുന്നുണ്ട്. എന്താണെങ്കിലും ഇത്രയും നാളും നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള പല കാര്യങ്ങളും നടക്കുന്നത് തിരിച്ചറിയാതെ പോയി. ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ചതിയുണ്ടെങ്കിൽ നമ്മളെ കണ്ടെത്തിയേ പറ്റൂ. ശരിയാ വരുൺ, ആറ്റുവാശ്ശേരിയിലേക്കുള്ള പെട്ടെന്നുള്ള ഇവരുടെ വരവിൽ തന്നെ എന്തോ ഒരു സംശയം ഉണ്ടായിരുന്നു. നമ്മളതിനെ തന്നെ സംശയിക്കേണ്ടിയിരുന്നു. വരുൺ, നീ എന്താണെങ്കിലും വേഗം വണ്ടി എടുക്ക്. അവനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കറിയണം. അവൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്നും തിരിച്ചറിയണം. ബാ. അങ്ങനെ പറഞ്ഞ് വരുണ സൂര്യയും കൂടി കിരണിനെ ഫോളോ ചെയ്തുകൊണ്ട് പോകുവാണ്. അങ്ങനെ കുറച്ച് ദൂരം മുമ്പോട്ട് പോയി കഴിയുമ്പോഴേക്കും വഴിയിൽ നിന്ന് ദുർഗയും കിരണിൻ്റെ കാറിലേക്ക് കയറുവാണ് കേട്ടോ. ഇതങ്ങനെ അവർ കാണുന്നുണ്ട്. അങ്ങനെ വരുണാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ദുർഗയല്ലേ കയറിപ്പോയിരിക്കുന്നത്? സത്യത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? എന്താ അവരുടെ ലക്ഷ്യം? വരുൺ, നീ എന്താണെങ്കിലും അവരുടെ പിന്നാലെ തന്നെ വിട്. ഒരിക്കലും മിസ്സാക്കല്ലേ. ഇതിന് പിന്നിൽ സത്യം എന്താണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞേ പറ്റൂ. ഇനി ഒരു ചതിവ് പറ്റാൻ പാടില്ല. അങ്ങനെ പറഞ്ഞ് അവരെ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. ഈ സമയം ബെഞ്ചമിൻ്റെ വണ്ടിയിലാണെങ്കിൽ ജെഡിയുടെ കൂട്ടരെ ഫോളോ ചെയ്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ബെഞ്ചമിനാണെങ്കിൽ അവരുടെ ശ്രദ്ധ തിരിക്കാനായിട്ട് ഒരു വഴിയിലേക്ക് കയറുന്നുണ്ട്. ഈ സമയം ജെഡി ടീമിൻ്റെ കാറ് നേരെയുള്ള വഴിക്ക് തന്നെ പോകുവാണ്. അതുകൊണ്ട് ബെഞ്ചമിൻ പറയണ്ടേ, തൽക്കാലം എന്താണെങ്കിലും ഇനി അവർ ആ വഴി കിടന്ന് കുറച്ച് ചുറ്റട്ടെ. അങ്ങനെ ബെഞ്ചമിനെ തോപ്പിക്കാമെന്ന് ആരും വിചാരിക്കണ്ട എന്ന് പറഞ്ഞ് ബെഞ്ചമിൻ അവിടെ നിന്ന് മറ്റങ്ങോട്ടോ പോകുവാണ്. അങ്ങനെ കുട്ടിയേറ്റരും കൂട്ടരും പറഞ്ഞ ആ ഒരു ലൊക്കേഷനിലേക്ക് ദുർഗയും കിരണും എത്തുവാണ് കേട്ടോ. പിന്നാലെ തന്നെ വരുണ സൂര്യ അവിടെ എത്തിയിട്ടുണ്ടാകും. അവരങ്ങനെ കാറിൽ നിന്നും ഇറങ്ങി പതിയെ മറിഞ്ഞ് ഇവരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുവാണ്. ഈ സമയം ദുർഗയും കിരണും ആണെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുക. അന്നേരം അവർ പറയണേ, ഞങ്ങളിതാ ഇവിടെ വരെ അവരെ ഫോളോ ചെയ്ത് വന്നതാ. പക്ഷേ ഇവിടുന്ന് ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ച് അവരെങ്ങോട്ടോ പോയി. എന്താണെങ്കിലും ഈ കാട്ടിലേക്ക് ഈ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. ഇനി അങ്ങോട്ടുള്ളത് മുഴുവൻ കാടാണ്. കിരൺ, ഈ സ്ഥലത്തെക്കുറിച്ച് സ്റ്റഡി ചെയ്തു? സ്റ്റഡി ചെയ്തു ഞാൻ. ഈ കാടിനുള്ളിലേക്ക് ഇവർ പറഞ്ഞതുപോലെ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്താണെങ്കിലും ഈ കാടിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും അവർ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അവർക്കിവിടെ എന്തെങ്കിലും അറിയാവുന്ന സ്ഥലങ്ങളുണ്ടാകും.
എനിവേ ഗൈസ്, നമുക്കെന്താണെങ്കിലും ഇനി തീരെ സമയമില്ല. നമ്മൾ ഈ കാടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു, അല്ലാതെ മറ്റൊരു ഓപ്ഷൻ നമ്മുടെ മുമ്പിലില്ല. കാടിൻ്റെ ഉള്ളിൽ അറ്റം വരെ പോയിട്ടാണെങ്കിലും ശരി, ശ്യാമ മേഡത്തിനെയും അമൃതനെയും നമ്മൾ കണ്ടെത്തിയിരിക്കും. ആ ബെഞ്ചമിനെ നമ്മൾ പിടികൂടിയിരിക്കും. ഓക്കെ ജെഡി എന്നും പറഞ്ഞ് അവരെല്ലാവരും കൂടി ആ കാടിൻ്റെ ഉള്ളിലേക്ക് കയറുവാണ്. ഈ സമയം വരുൺ പറയണേ, ഏട്ടാ അവരെ ഏതോ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. മിക്കവാറും ശ്യാമ മേഡത്തിൻ്റെ തിരോധാനത്തിന് പിന്നിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്ന രഹസ്യ സംഘം വല്ലതുമായിരിക്കും. എന്നാണെങ്കിലും നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട, നമുക്കും അവരുടെ പിന്നാലെ തന്നെ പോകാം. അവരറിയാതെ അവരുടെ പുറകെ ഫോളോ ചെയ്യാം. അങ്ങനെ പറഞ്ഞ വരുണ സൂര്യയും കൂടി അവരുടെ പിന്നാലെ തന്നെ ആ കാടിനുള്ളിലേക്ക് കയറുവാണ്. പിന്നീട് രാത്രിയാവുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഈ സമയം ബെഞ്ചമിൻ്റെ ഫോണിലേക്ക് വിളിക്കുമായിരിക്കും ചന്ദ്രശേഖർ. ബെഞ്ചമിൻ, കാര്യങ്ങളൊക്കെ എങ്ങനെയാ, സേഫ് അല്ലേ? കുറേ ദൂരം ആ സംഘം ഞങ്ങളുടെ പിന്നാലെ തന്നെ ഫോളോ ചെയ്തുണ്ടായി. ഞങ്ങളെ പിടിക്കുമെന്നുള്ള വാക്ക് വരെ എത്തി. എന്നാൽ അവറ്റകളെ വിരട്ടി ഞാൻ അവിടെ നിന്നും അവരെ വഴി തിരിച്ചു വിട്ടിട്ടുണ്ട്. അങ്ങനെ ബെഞ്ചമിനുള്ള ഈ താവളത്തിലേക്ക് പെട്ടെന്നൊന്നും അവർക്കൊന്നും വരാൻ പറ്റില്ല. എന്നാലും ബെഞ്ചമിൻ സൂക്ഷിക്കണം, നിസാരക്കാരായി കാണരുത്. ഇത്രയും ദൂരം നമ്മളെ ഫോളോ ചെയ്ത് വന്നവരല്ലേ. നമുക്ക് പിന്നിലുള്ള ശക്തികൾ വളരെ വലുതാണ്. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം ഇനിയുള്ള മുമ്പോട്ടുള്ള ഓരോ ചുവടും വെക്കാൻ. ഒരു പിഴവ് പോലും പറ്റാൻ പാടില്ല. സാറ് പേടിക്കണ്ട, എൻ്റെ ഈ കോട്ട ബന്ധിച്ച് ഇവിടെ നിന്നും ഇവരെ രക്ഷിച്ചുകൊണ്ട് പോകാൻ അവർക്ക് പറ്റത്തില്ല. എന്നാണെങ്കിലും ഈ കെട്ടിടത്തിൻ്റെ പുറത്തൊക്കെ ബോംബുകളും മറ്റും സ്ഥാപിച്ചിട്ടില്ലേ? ഉണ്ട്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. അവരിതിൻ്റെ പരിസരത്തെത്തിയാൽ തന്നെ തീർക്കാൻ നമ്മുടെ പിള്ളേരെ ഞാൻ പുറത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള രണ്ടെണ്ണത്തിൻ്റെയും കഥ കഴിക്കാൻ നമ്മൾ തീരുമാനിച്ചതല്ലേ, അത് നടത്തിയിരിക്കും. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ. ഈ കാട്ടിനുള്ളിൽ ഈ സ്ഥലത്തുണ്ടല്ലോ കുറേ പേരുടെ ബലി ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ബലി കൊടുത്ത രക്തം കൊണ്ട് ആർജിച്ചെടുത്തതാ ഈ ബെഞ്ചമിൻ്റെ ശക്തി. സത്യം പറഞ്ഞാൽ ഞാൻ നല്ല ലഹരി പിടിച്ച് വരുവാണ്. ഇനി കൺമുമ്പിലുള്ളത് 3-4 മരണങ്ങളാണ്. അത് ചെയ്യാനുള്ള ത്രില്ലില്ല ഞാനിപ്പോൾ. സാറ് ധൈര്യമായിട്ടിരുന്നോ? എന്നാൽ ശരി ബെഞ്ചമിൻ, നാളെ നമുക്ക് നേരി കാണാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാം. ശരി, ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് ചന്ദ്രശേഖരൻ ഫോൺ കട്ട് ചെയ്ത് സന്തോഷത്തിലിരിക്കുവാണ്. ഇതേസമയം ദുർഗയും ടീമും ആണെങ്കിൽ ബെഞ്ചമിൻ്റെ താവളം കണ്ടെത്തുവാണ് കേട്ടോ. അങ്ങനെ അവരെ ഓരോ സ്ഥലത്തായിട്ട് പതുങ്ങിയിരിക്കുന്നുണ്ട്. ഈ സമയം വരുണും സൂര്യയും അവിടെ എത്തിയിട്ടുണ്ടാവും. അവരും ഇതെല്ലാം കണ്ട് അവിടെ കാടിനുള്ളിൽ തന്നെ പതുങ്ങിയിരിക്കുവാണ്. ഇതേസമയം പുറത്താണെങ്കിൽ ബെഞ്ചമിൻ്റെ ആൾക്കാരൊക്കെ ടോർച്ചടിച്ച് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം അവിടെ ചില അനക്കങ്ങളും ഒച്ചയൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അതിലൊരാൾ ഓടി അകത്തേക്ക് ചെന്ന് ബെഞ്ചമിനോട് പറയണേ, സാർ പുറത്ത് ചെറിയ അനക്കമൊക്കെ കേൾക്കുന്നുണ്ട്, ആരുടെയൊക്കെയോ താല്പര്യമാറ്റവും. അന്നേരം ബെഞ്ചമിൻ അവിടെയുള്ള റിമോട്ട് എടുത്ത് ഏതോ ഒരു ഭാഗത്തുള്ള ബോംബ് ഓൺ ചെയ്യുവാണ്. അങ്ങനെ ബോംബ് പൊട്ടുന്ന ഒച്ച കേട്ട് അവരെല്ലാവരും ഭയന്നു പോകുക. ഈ സമയം വരുണും സൂര്യ ഒത്തിരി ഭയക്കുവാണ് കേട്ടോ. അന്നേരം ദുർഗ പറയണേ, കിരൺ സൂക്ഷിക്കണം, ഇവിടെ ഒരു മൈൻസ് സ്ഥാപിച്ചിട്ടുണ്ട്. എന്നിട്ട് വേഗം തന്നെ ഫോണിൽ അഖിലിനെ വിളിക്കണേ. അഖിൽ, ഇവിടെ മൈൻസ് സ്ഥാപിച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ അത് ഡിഫ്യൂസ് ചെയ്യണം. അങ്ങനെ അഖിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. കുറച്ച് കഴിഞ്ഞ് ഫോൺ വിളിച്ചിട്ട് പറയണേ, എല്ലാ മൈൻസും ഡിഫ്യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ദുർഗയും കൂട്ടരും ആക്ഷനിലേക്ക് ഇറങ്ങുവാണ് കേട്ടോ. അവർ ഓരോരുത്തരെയായിട്ട് അടിച്ചൊതുക്കി ആ ഒരു ഗോഡൗണിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുവാണ്. പിന്നാലെ തന്നെ വരുണ സൂര്യയും അവർ ഫോളോ ചെയ്ത് കയറുന്നുണ്ട്. അങ്ങനെ ആ താവളത്തിൻ്റെ അകത്തെത്തിയ ദുർഗയെയും കൂട്ടരെയും കാത്ത് ബെഞ്ചമിനോട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും. ഈ സമയം ബെഞ്ചമിൻ അകത്തുനിന്ന് മറ്റു കുറേ ഗുണ്ടകളെയും അങ്ങോട്ടേക്ക് വിളിക്കുവാണ്. അങ്ങനെ ദുർഗയും അവരുടെ ടീമും ആ ഗുണ്ടകളോടെല്ലാം ഫൈറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ. അവരെല്ലാവരും തല്ലി ഒതുക്കുവാണ്. ഈ സമയം ബെഞ്ചമിനും കളത്തിലേക്ക് ഇറങ്ങുവാണ്. ബെഞ്ചമിനും കിരണുമായിട്ട് നല്ല ഫൈറ്റ് തന്നെ ഉണ്ടാകുവാണ് കേട്ടോ. കിരണിനാണെങ്കിൽ കയ്യിലും വയറ്റിലൊക്കെ മുറിവുള്ളതുകൊണ്ട് തന്നെ അധിക നേരമൊന്നും ബെഞ്ചമിനോട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഈ സമയം ബെഞ്ചമിൻ കിരണിൻ്റെ വയറ്റിലിട്ടും നെഞ്ചിലിട്ടും ഒക്കെ അടിക്കുകയും കിരണാകെ അവശനാവുകയും ചെയ്യുക. അത് കാണുന്നതും ദുർഗ സ്റ്റോപ്പ് എന്നും പറഞ്ഞ് ബെഞ്ചമിന് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുവാണ്. ഈ സമയം ബെഞ്ചമിനൊന്ന് വിരളുവാണ് കേട്ടോ. അങ്ങനെ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ പതറി നിൽക്കുവാണ്. അന്നേരം ഒരിക്കും പെട്ടെന്നൊരാൾ കിരണിൻ്റെ ബാക്കിൽ കത്തിയും പിടിച്ച് നിൽക്കുന്നത്. അങ്ങനെ ബെഞ്ചമിനോട് ചോദിക്കണേ, സാറേ ഇവൻ്റെ കഥ ഇപ്പം തന്നെ അങ്ങ് തീർക്കട്ടെ. അത് കണ്ട് ബെഞ്ചമിൻ ചിരിക്കുവാണ്. ഈ സമയം ദുർഗയും കൂട്ടരൊക്കെ ആകെ അങ്ങ് ഷോക്കായി പോകുവാണ് കേട്ടോ. ഈ സമയം ദുർഗയുടെ കയ്യിലുള്ള ആ തോക്ക് ബെഞ്ചമിൻ പിടിച്ചു വാങ്ങിയിട്ട് ദുർഗയ്ക്ക് നേരെ ചൂണ്ടി നിൽക്കുക. എടി, നീയൊക്കെ എന്താടി വിചാരിച്ചത്? നീയൊക്കെ വിചാരിച്ച ഈ ബെഞ്ചമിനെ അങ്ങ് തീർത്ത് കളയാമെന്നോ? ഇതിനു മുമ്പ് കുറേ പേര് ഇതിന് ശ്രമിച്ചിട്ടുള്ളതാ, അവരെ കൊണ്ടൊന്നും പറ്റിയിട്ടില്ല. ഈ ബെഞ്ചമിനെ മുട്ടുകുത്തിക്കാനേ നീയൊന്നും ആയിട്ടില്ല. എന്നാണെങ്കിലും ഇത്രയും ധൈര്യം കാണിച്ച് നീയൊക്കെ എന്നെ തേടി ഈ കൊട്ടകത്തിലേക്ക് വന്നതല്ലേ. ഇനിയേ നിന്നിൽ നിൻ്റെയൊക്കെ കൂടെയുള്ളവരുടെ ജീവൻ നിങ്ങളുടെയൊക്കെ കൺമുമ്പിൽ കിടന്ന് പോകുന്നത് കണ്ടിട്ട് നീ ഇവിടുന്ന് പോയാൽ മതി. അത് നിനക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമല്ലേ? ദേ, നിൻ്റെയൊക്കെ മുമ്പിൽ വെച്ച് തന്നെ ഇവൻ്റെ ജീവൻ ഞാൻ അങ്ങ് എടുക്കാൻ പോകുക എന്നും പറഞ്ഞ ബെഞ്ചമിൻ കിരണിൻ്റെ നേരെ തോക്കും ചൂണ്ടി നിൽക്കുവാണ്. അന്നേരം ദുർഗ കിരണിനെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് ബെഞ്ചമിനോട് ഷൗട്ട് ചെയ്യുവാണ്. എന്നാൽ ബെഞ്ചമിനാണെങ്കിൽ അതൊന്നും കേൾക്കാതെ കിരണിൻ്റെ നേരെ തോക്കും പിടിച്ച്
കാഞ്ചി വലിക്കാൻ തുടങ്ങുമായിരിക്കും. പെട്ടെന്നാണ് എന്തോ ഒരു സാധനം കൊണ്ട് ആരോ ഒരാൾ ബെഞ്ചമിനെ എറിഞ്ഞ് കയ്യിൽ നിന്നും ആ തോക്ക് തെറിപ്പിച്ച് കളയുന്നത്. അങ്ങനെ എല്ലാവരും ആരാണതെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുന്ന ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് ചെയ്യുന്നത്. അങ്ങനെ വരുണും സൂര്യയും കൂടി ഒന്നിച്ച് തന്നെ അങ്ങോട്ടേക്ക് ചാടി വീഴുകയും ബെഞ്ചമിൻ്റെ ആളുകളെയൊക്കെ ദുർഗയുടെയും കൂട്ടുകാരുടെയും ഒപ്പം നിന്ന് ഫൈറ്റ് ചെയ്ത് അവരെ അടിച്ചൊതുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരെയും അടിച്ചൊതുക്കി ബെഞ്ചമിനെയും കൈയോടെ പിടികൂടി ശ്യാമേനെ അമൃതയെയും അവിടെ നിന്ന് രക്ഷിച്ചു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ എന്നാണെങ്കിലും നമുക്ക് ശ്യാമയെ തിരികെ കിട്ടുന്ന നാളത്തെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്